Hi guys, Assalamualaikum. എല്ലാവർക്കും നമസ്കാരം. ഹനാസത്തുൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് എനിക്ക് നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 3 മിനിറ്റെങ്കിലും എൻ്റെ വീഡിയോ കാണുക, അല്ലെങ്കിൽ അത് യൂട്യൂബ് റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷൻസ് എനിക്ക് ഏറെ വിലപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. സോ പ്ലീസ് സപ്പോർട്ട് മീ. അപ്പം നമുക്ക് നമ്മുടെ ഡിഷിലോട്ട് കടന്നാലോ? അത് കുട്ടികൾക്കും വലിയവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. നിങ്ങൾ എല്ലാവരും ഷവായ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന തട്ടിക്കൂട്ടൽ ഷവായ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് എൻ്റെ ഉമ്മച്ചിയുടെ കിച്ചണിലോട്ട് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ഷവായാണ്. അതും പാനിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ചിക്കൻ സ്കിന്നോട് കൂടി ഞാൻ എടുത്തതാണ്, 3/4 കിലോന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് തൈര്, വിനീഗർ, ഉപ്പ് എന്നിവയിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു 2 സവോള, അത് മീഡിയം സൈസാണ്. ഒരു തക്കാളി, അതിൻ്റെ കൂടെ 3 പച്ചമുളക് കൂടെ ഇട്ട് മിക്സിയിലിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഓൾ സ്പൈസസ്, മുളക്, മഞ്ഞൾ, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് നമ്മുടെ ലെമണൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉപ്പ്. അപ്പോൾ ഇതുണ്ട്, ഈ ലെമൺ നമുക്ക് ഇതിലോട്ടൊന്ന് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ്. അപ്പം ഉപ്പൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ച് നോക്കാം എത്രയാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഇതിലോട്ട് ഉപ്പ്. പിന്നെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഓയിൽ, ബട്ടർ, സൺഫ്ലവർ ഓയിൽ ഒക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഈ മിക്സിൽ നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ചിക്കനിൽ പിടിപ്പിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിലോട്ട് ഇങ്ങനെയൊന്ന് നന്നായിട്ട് ഇതിൽ തേച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് എരിവൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് അതൊന്നും ആരും പേടിക്കേണ്ട. പിന്നെ ഞാൻ വിട്ടുപോയി പറയാൻ, ചിക്കൻ ഞാൻ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പ് അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമുക്ക് ബട്ടറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പുറത്ത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ ഈ അരപ്പ് ചിക്കനിലോട്ട് പുരട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 1/2 hour വയ്ക്കാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് 1/2 hour. ഇല്ല, നമുക്ക് ഓവർ നൈറ്റൊക്കെ വയ്ക്കാം, കുഴപ്പമില്ല. അപ്പോൾ സമയം നമ്മൾ ഒത്തിരി കൂടുന്തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും ഇതിന്. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ ആ ഓൾ സ്പൈസസ് ഇല്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സംഭവം റെഡിയായിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയിൽ നിന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കുഴിവുള്ള പാത്രമാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ സവോള ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് കൂടാണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഉള്ളി ഒന്ന് ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഈ സമയത്തൊക്കെ നമുക്ക് പൊടിച്ച് വെച്ച ആ മസാലക്കൂട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായം വേണ്ട എന്നാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ നന്നായി വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഓയിൽ ഇറങ്ങാൻ തുടങ്ങും. കാരണം സ്കിന്നോടുകൂടി നമ്മൾ എടുത്തല്ലേ. ഇനി നമുക്ക്
ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര സ്പൈസസ് ആഡ് ചെയ്യണം. ആക്യുറേറ്റ് ആയിട്ട് ഇത്ര 2 സ്പൂണ് വേണം എന്നൊന്നുമില്ല. നിങ്ങളുടെ ഫാമിലിക്ക് എത്ര വേണമെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലക്കൂട്ട് കഴിഞ്ഞായിരുന്നു. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് മെയിൻ സാധനം ഏതാ, ചിക്കൻ. വെള്ളമൊക്കെ ഇങ്ങനെ ബബിൾ ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് കുറച്ച് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചിക്കനിൽ ഉപ്പുണ്ട്, അപ്പം നോക്കിയിടുക. ഏകദേശം ഒരു ½ hour നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. അതിൽ നിന്ന് അത് വെന്തോളും. മാക്സിമം തീ ഒരു കുറച്ച് വെച്ചാൽ നന്നായിരിക്കും. ഈ സമയം നമുക്കൊന്ന് ചിക്കനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വെള്ളമുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം ഇല്ല, ഇൻ കേസ് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രമായിരിക്കണം എന്ന് മാത്രം. നമ്മളിപ്പോൾ ഷവായിയല്ലേ, നമ്മൾ ഓവനിലൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. നമ്മളെപ്പോഴും തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ഒരു ഭാഗം കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമാതിരി വെച്ച് ഇനിയും വേവിക്കാം. ഇതിന് അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം. ഈ സംഭവം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇതൊരു മക്കളെ പറ്റിയിട്ട് ഷവായിയാണ്. ഇതാ കണ്ടില്ലേ. അപ്പം ഇങ്ങനെ ഈ വെള്ളം കംപ്ലീറ്റും ഇതിന് വറ്റണം, ഇതിൽ നിന്ന് വറ്റണം. അപ്പോൾ നമുക്കൊന്നുകൂടെ റീചെക്ക് ചെയ്യാം. അപ്പം ഈ ഷവായി എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ കാര്യത്തിൽ കുറച്ച് ലോങ് പ്രൊസീജിയറാണ്. സംഭവം കിടുവാണ്. ഏകദേശം ഒരു 35-40 മിനിറ്റ്സൊക്കെ വേണ്ടി വരും. അതാ കണ്ടില്ലേ. ഏകദേശം ദാണ്ടെ നമ്മുടെ ഷവായി മോഡലായി വരുന്നു. ദാണ്ടെ ഇവിടേക്ക് ഒന്ന് ഫ്രൈഡ് ആയിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി ഈ കംപ്ലീറ്റ് വെള്ളവും ഇതിൽ വറ്റി ഡ്രൈ ആയി ചെയ്യണം. പിന്നെ ഇത് നല്ലൊരു ഗ്രേവിയാണ് കേട്ടോ. ഈ ഗ്രേവി നമുക്ക് ചോറിൻ്റെയൊക്കെ നമ്മൾ കപ്സ റൈസൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യാം. കാരണം ഇപ്പം ലോക്ക്ഡൗൺ അല്ലേ, പുറത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഹസ്ബൻഡിനൊക്കെ ഇത് റെഡിയായി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ്സിൽ കൂടുതലായിട്ടുണ്ട്. നമുക്കിതിനെ തുറന്ന് നോക്കാം. കണ്ടില്ലേ, സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓയിലൊക്കെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഇതിന് മുന്നിട്ട് നമുക്കിതിൻ്റെ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്ത് വേണോ ചെയ്യാം. അടിക്ക് പിടിക്കുമെന്ന് തോന്നിയാൽ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ഷവായി റെഡിയായിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ് എന്നിവ വെച്ച് ഞാൻ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണേൽ കാണിച്ചു തരാം. ഓണിയനുണ്ട്. ഇനി ഞാൻ തന്നെ സ്വയം ചെയ്ത എൻ്റെ ക്യാരറ്റിൻ്റെ ഒരു പൂ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തയ്യാറായി കഴിഞ്ഞു നമ്മുടെ തട്ടിക്കൂട്ടൊരു ഷവായി. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.